ശ്രേഷ്ഠനായ വിശുദ്ധ അന്തോനീസ്, ആന്റണി ദി ആബട്ട് എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഇളന്തോട്ടത്തെ അന്തോനീസ് ബാവ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പുണ്യവാനാണ്. അദ്ദേഹം 15 വർഷം ഗ്രാമപ്രദേശത്തെ ദുർഗമ പ്രദേശത്ത് താമസിക്കുകയും 20 വർഷം ശവകുടീരത്തിൽ താമസിക്കുകയും മറ്റൊരു 20 വർഷം പർവ്വത പ്രദേശത്തെ ദുർഗമമായ ഒരു കോട്ടയ്ക്കുള്ളിൽ താപസ ജീവിതവും നയിച്ച് 105-ാമത്തെ വയസ്സിൽ മരിച്ച പുണ്യവാനാണ്. ദി ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് അറിയപ്പെടുന്ന ആദ്യകാല താപസ ശ്രേഷ്ഠരിലെ വിശുദ്ധ അത്തനേഷ്യസിനോടൊപ്പം ആദ്യകാലത്തെ പുണ്യവാനാണ് വിശുദ്ധ അന്തോനീസ്. കോപ്റ്റിക് സഭ വിശ്വാസിയായ അദ്ദേഹം പൗരസ്ത്യ സഭയുടെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് ഇന്ന് സാർവത്രിക സഭ കാണുന്നുണ്ട്. കാരണം സന്യാസ ജീവിതത്തിൻ്റെ, താപസ ജീവിതത്തിൻ്റെ ഒരു മോഡൽ ആദ്യമേ നമ്മൾ കാണുന്നത് വിശുദ്ധ അന്തോനീസിലാണ്. 1872 തുടങ്ങിയ ഇളന്തോട്ടം പള്ളി ഈ പൗരസ്ത്യ ദേശത്തെ മഹാവിശുദ്ധനെയാണ് തങ്ങളുടെ ഇടവക മധ്യസ്ഥനായിട്ട് തിരഞ്ഞെടുത്തത്. കാരണം സിറോ മലബാർ സഭയുടെ തനിമയ്ക്ക് വേണ്ടി ധീരമായ നിലപാടുകൾ എടുക്കുകയും അതിനുവേണ്ടി പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്ത ഒരു വലിയ ജനത ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൗരസ്ത്യ ദേശത്തെ ഒരു പുണ്യവാൻ മതി ഞങ്ങൾക്ക് എന്നവർ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പള്ളി ഇവിടെ ഈ മധ്യസ്ഥൻ്റെ പേരിൽ രൂപീകൃതമായത്. ശ്രദ്ധേയമായ കാര്യം, കേരളത്തിലെ ഏക പള്ളിയാണ് ഇത്. അന്തോനീസ് ബാവായുടെ പേരിലുള്ള കേരളത്തിലെ ഏക പള്ളിയാണ്. ഒരുപക്ഷെ ഭാരതത്തിലെയും ഏക പള്ളി തന്നെ ആയിരിക്കാം. അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ ഒരു ചെറിയ പള്ളി ഈ അന്തോനീസ് ബാവായുടെ പേരിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ താപസ ജീവിതത്തിനും ആധ്യാത്മിക അന്വേഷണത്തിനും ആഗ്രഹിക്കുന്നവർ ഏറ്റവും അധികം പഠിക്കാൻ ആഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ പൈശാചിക പീഡകളിൽ നിന്ന് മുക്തി നേടാൻ മധ്യസ്ഥം തേടുകയും ചെയ്യുന്ന മഹാവിശുദ്ധനാണ് വിശുദ്ധ അന്തോനീസ് ബാവ. ഈ പള്ളിയിൽ, ഇളന്തോട്ടം പള്ളിയിൽ, ഈ വിശുദ്ധൻ്റെ പേരിലുള്ള നൊവേന എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 6:15 വിശുദ്ധ കുർബാനയോടുകൂടി നടക്കുന്നു. അതോടൊപ്പം വൈകുന്നേരം 4 മണിക്ക് ദിവ്യകാരുണ്യ ആരാധനയും വിശുദ്ധ കുർബാനയും നൊവേനയും എല്ലാ വ്യാഴാഴ്ചയും 2 നേരം വിശുദ്ധ അന്തോനീസ് ബാവായുടെ നൊവേന ഉണ്ട്. ധാരാളം ആളുകൾ ഈ ബാവായുടെ നൊവേനയിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച വിശുദ്ധ അന്തോനീസ് ബാവായെ ഞങ്ങൾക്ക് നീ മധ്യസ്ഥനായി നൽകിയല്ലോ. ആ മഹാവിശുദ്ധന്റെ മധ്യസ്ഥം തേടി നിന്റെ മുമ്പിലാണ് ജീവിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. സാത്താന്റെ കണികളിൽ നിന്നും ലോകത്തിന്റെ വശ്യതകളിൽ നിന്നും മാറി നടക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപയേകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കട്ടെ. നേതാക്കന്മാരിൽ നിങ്ങൾ ആശ്രയം അർപ്പിക്കരുത്. രക്ഷയ്ക്ക് വകയില്ലാത്ത മനുഷ്യപുത്രനിലും യാക്കോബിന്റെ ദൈവം തന്റെ സഹായമായുള്ളവൻ ഭാഗ്യവാൻ. അവന്റെ പ്രതീക്ഷ തന്റെ ദൈവമായ കർത്താവിലാണ്. അവിടുന്ന് മർദ്ദിതർക്ക് ന്യായവനാണ്. വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നവനാണ്. കർത്താവ് ബന്ധിതരെ സ്വതന്ത്രനാക്കുന്നവനാണ്. കർത്താവ് പ്രവാസികളെ പരിപാലിക്കുന്നവനാണ്. അവിടുന്ന് അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് തകിടം മറിയിക്കുന്നു. ഞങ്ങളുടെ സുസ്ഥിരമായ അഭയസങ്കേതവും ശാശ്വതമായ പ്രത്യാശയുമായ വിശുദ്ധനായ ഞങ്ങളുടെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന വിശുദ്ധനായ സഹായിയുടെ വാഗ്ദത്തത്താൽ ഈ ലോക ജീവിതത്തിന്റെ വശ്യതകളെയും സാത്താന്റെ കെണികളെയും ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട് വിജയിച്ച വിശുദ്ധ അന്തോനീസ് ബാവായെ പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നീ വാങ്ങിത്തരേണമേ. ഏകാന്തവാസികളുടെ പിതാവായ വിശുദ്ധ അന്തോനീസ് ബാവായെ ഏകാന്ത ജീവിതവും താപസ ജീവിതവും നയിക്കുന്നവർക്ക് വിശ്വാസ തീഷ്ണതയും പ്രത്യാശയും നീ വാങ്ങിത്തരേണമേ. ഞങ്ങളുടെ സന്യാസ ഭവനങ്ങളിൽ ആത്മീയ ചൈതന്യം വർദ്ധിച്ചു വരുവാൻ നീ ഇടയാക്കുകയും ചെയ്യണമേ. പൂർണ്ണതയിലേക്ക് വളരുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വലിയ ദരിദ്രർക്ക് കൊടുക്കുക എന്ന ദിവ്യനാഥന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പാലിച്ച വിശുദ്ധ അന്തോനീസ് ബാവായെ പാപങ്ങളോടുള്ള പരിഗണന ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ദൈവകൃപയിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും യുവതയുവാക്കന്മാർ അവരുടെ ജീവിതാന്തസ് കണ്ടെത്തി ക്രിസ്തീയ ധാർമ്മികതയിൽ വളരുവാനും വയോധിക സംതൃപ്തിയിലും പ്രത്യാശയിലും വ്യാപരിക്കുവാനും വേണ്ട കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെ പരിപാലിച്ചു നയിക്കുന്ന മാർപ്പാപ്പായെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷിതരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ വിശുദ്ധ അന്തോനീസ് ബാവ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, മഹാവിശുദ്ധനും ഞങ്ങളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ അന്തോനീസ് ബാവ വഴി ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപാവരങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ പരിപാലനത്തിന്റെ വലതുകരം ഞങ്ങളുടെ മേൽ നെടുവിപ്പിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൗഖ്യവും മോചനവും സമാധാനവും നല്ല ശരണവും നിറയ്ക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. Sweet
തിരുസഭയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും വചനത്താലും കൂദാശകളാലും പരിപോഷിപ്പിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപ നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിന്റെ സ്നേഹപരിപാലനത്തിൽ ആശ്രയിക്കുവാനും ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളെയും കുറവുകളെയും ദൈവത്തിരുവശത്തിന് സമർപ്പിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ അന്തോനീസ് ബാവായുടെ പ്രാർത്ഥന സഹായത്താൽ നിങ്ങളുടെ ആശകൾ സഫലമാകുകയും പ്രതീക്ഷകൾ പൂവണിയുകയും ചെയ്യട്ടെ. ദുഷ്ടപിശാചിന്റെ കെണികളിൽ നിന്ന് കർത്താവിന്റെ ശ്രീവ നിങ്ങളെ രക്ഷിതരാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേ.